കർത്താവ് നിശ്ചയിച്ച ഈ മീറ്റിങ്ങുകളുടെ ഒരു സെഷനിൽ ദൈവജനവുമായി നിൽക്കുവാൻ കർത്താവിനെ അനുവദിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഈ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇത് അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന പ്രിയ സിസ്റ്റർ ബീനാജയ അവർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അത്ഭുതകരമായ സാക്ഷ്യങ്ങളും ദൈവവചനങ്ങളും ദൈവിക പ്രവൃത്തികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ കർത്താവ് വലിയവ ചെയ്യുവാൻ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ദൈവം എന്തും ചെയ്തു കളയും. അതാണ് ദൈവത്തിന്റെ ഒരു പ്രകൃതി. കർത്താവ് എന്തും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. അവൻ എല്ലാം പ്രവർത്തിക്കുവാൻ ദൈവശക്തിയുള്ളവനാണ്. ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. 2025 അവസാന നിമിഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്തെന്ന് ചെവി കൂർപ്പിച്ച് കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തമായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുള്ളത് കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. 2025 വന്ന നഷ്ടങ്ങളും 2025 നമ്മൾ പ്രാപിച്ച അനുഗ്രഹങ്ങളും, ഹല്ലേലൂയ, 2026 നമ്മൾക്ക് എന്തോ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രാപിക്കുവാനും ദൈവം നമുക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ് ആ പ്രത്യാശ. ദൈവത്തെ കുറച്ച് കാണരുത്. അവൻ, ഹല്ലേലൂയ, അവന്റെ ആഗ്രഹം, ഹല്ലേലൂയ, നമ്മളുടെ വിജയം മാത്രമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അത് വലിയവ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ വേദ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച് വെള്ളോട്ടിന് സദൃശ്യം അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലിയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വാക്കാണ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു സ്വർഗാരോഹണത്തിന് ശേഷം തന്റെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾക്ക് അനന്തരമായി അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ അകപ്പെട്ടപ്പോഴുണ്ടായ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിനെ അധികമായി സ്നേഹിച്ചവനാണ്. കർത്താവ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, അവന്റെ സ്നേഹം തന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അല്പം ഇതിന്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്, അല്ലേ? മത്തായിയും ലൂക്കോസും മർക്കോസും പറയുന്നത് പോലെയല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്. കാരണം ഒരു ചരിത്ര അവലോകനമാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകം പോലെയാണ് മറ്റു സുവിശേഷങ്ങൾ എഴുതുന്നത്. പക്ഷേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന അതേ ഒരു രീതിയിലാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ആരംഭത്തിൽ കാണുന്നത്. എന്താണ് കാണുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. സോ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. സോ യോഹന്നാൻ മാത്രമാണ് യോഹന്നാന്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപ്പാടും എഴുതുവാൻ ഭാഗ്യം ലഭിച്ച കർത്താവിന്റെ ശിഷ്യൻ. അപ്പൊ ഞാനിത് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരും. മറ്റുള്ളവർക്ക് കൊടുക്കാത്തത്, മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയാത്തത്, മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്തത്, മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ദൈവിക സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളോട് എങ്ങനെയാണ് ബന്ധമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നൽകിത്തരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ അവനുമായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും സൂക്ഷിക്കുകയാണെങ്കിൽ, അവനുമായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ
ദൈവം മറ്റാർക്കും കൊടുക്കാത്ത ദൈവിക വെളിപ്പാടുകളെ നമുക്ക് നൽകി തരുന്നവനാണ്. കർത്താവ് അത് ചെയ്യുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സോ അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. സോ കർത്താവിനോട് ഇഷ്ടമുള്ളവരെല്ലാവർക്കും കർത്താവ് അവൻ ആരാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ആരാണ്. സോ അവനോട് അടുത്ത് ചെല്ലും തോറും നമുക്ക് അവനോട് ഇഷ്ടം കൂടുള്ളൂ. നമ്മൾ ഈ പറയാറില്ലേ, ഈ മനുഷ്യരോട് നമ്മൾ അടുക്കും തോറും അവരുടെ റിയൽ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അവരോടുള്ള ബഹുമാനം കുറയും, അവരോടുള്ള ഇഷ്ടം കുറയും. സോ ഇദ്ദേഹം ഇങ്ങനത്തെ മനുഷ്യനായിരുന്നോ, അല്ലെങ്കിൽ ഇവര് ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവരായിരുന്നോ എന്ന് നമുക്ക് അവരോട് അടുക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ യേശുവിനോട് നമ്മൾ അടുക്കും തോറും അവനോടുള്ള സ്നേഹം കൂടും, അവനോടുള്ള ഇഷ്ടം കൂടും, അവനോടുള്ള അടുപ്പം കൂടും. അതാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? വചനമായിട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ ഇത് പറഞ്ഞു വെക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ പർവ്വതങ്ങളെ തൊടുമ്പോൾ ഇടിവെട്ടിയ ഇടിമിന്നി അല്ലെങ്കിൽ വലിയ കാഹള ശബ്ദം കേട്ടു, പർവ്വതത്തേക്ക് ആരും അടുക്കാൻ മേലാതെ ആയി. ശലോമോന്റെ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആർക്കും ശുശ്രൂഷിക്കാൻ മേലാതെയായി. മനുഷ്യന് പകരുവാൻ കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യന് അടുക്കുവാൻ കഴിയാത്ത ദൈവസാന്നിധ്യം, കാണാൻ കഴിയാത്തവൻ, തൊടാൻ കഴിയാത്തവൻ, അടുത്ത് വസിക്കാൻ കഴിയാത്തവൻ. പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് കുഷ്ഠരോഗിയുടെ തോളെ കൈയിട്ട് നടക്കുന്നു, പുല്ലർക്ക് വേണ്ടി സംസാരിക്കുന്നു, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനെ യേശു മഹാനായ ദൈവത്തിന്റെ ദേഹരൂപമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരണത്തെ ജയിച്ചവനായി നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുകയാണ്. സോ യേശുക്രിസ്തു ആരാണ്? യോഹന്നാന്റെ ഭാഷയിൽ യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നഥനിയേലുമായിട്ടുള്ള സംഭാഷണത്തിൽ നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. സോ അതിന്റെ അർത്ഥം എന്താ? ഈ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവർ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുന്നത് ദൈവവചനം ധ്യാനിക്കാനും തിരുവെഴുത്തുകളെ നോക്കുവാനും വേണ്ടിയാണ്. സോ അപ്പോൾ യേശു പറയുന്ന ആ സെന്റൻസുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നീ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ കാണുമായിരുന്നു. സോ ബൈബിൾ വായനയും വചന ധ്യാനവും ഒന്നും നമ്മൾ ഒരു ആചാരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചില്ലേ എന്ത് ചെയ്യുമെന്ന് ഓർത്തോ ഒന്നും വായിക്കരുത്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ വചനമാകുന്ന ക്രിസ്തു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനമാകുന്ന ക്രിസ്തു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വചനമാകുന്ന ക്രിസ്തു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് ഹൃദ്യമായി ഇടപെടാൻ അവന് കഴിയും, അവന് അതിനുള്ള ശക്തിയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ 2-ാമത്തെ അധ്യായത്തിൽ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വളരെ പ്രശസ്തമാണ്. കാരണം ക്രൈസ്തവർക്കും ക്രൈസ്തവരല്ലാത്തവർക്ക് പോലും പരിചിതമായ ഒരു അത്ഭുതമാണല്ലേ വെള്ളം വീഞ്ഞാക്കിയത്. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരേണ്ടത് കൊണ്ട്. സോ അവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയതാണ് അവിടെ കാണുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ കൽപാത്രത്തിന് മാറ്റമൊന്നും വന്നില്ലല്ലോ. കൽപാത്രത്തിന്റെ കളർ മാറിയോ? ഇല്ല. കൽപാത്രത്തിന്റെ രീതി മാറിയോ? ഇല്ല. കൽപാത്രത്തിന്റെ കൽപാത്രത്തിന്റെ ആകൃതി മാറിയില്ല. എവിടെയാണ് മാറ്റം വന്നത്? അകത്താണ്. അകത്ത് ഒഴിക്കപ്പെട്ട വെള്ളത്തിന്റെ കളറാണ് മാറിയത്. അകത്തൊഴിക്കപ്പെട്ട അതിന്റെ രുചിയാണ് മാറിയത്. സോ അപ്പോൾ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, വചനം നിങ്ങളോട് ഇടപെടുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അകത്തെ മാറ്റമാണ്. അമേൻ. കേവലം നമ്മുടെ വസ്ത്രങ്ങൾ മാറിയത് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും എന്താണ് പറയുന്നത്, പുറമെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടോ നമ്മളൊന്നും ദൈവത്തിന്റെ മക്കളാകുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനത്തെ കൊണ്ടുള്ള ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആന്തരികമായ മാറ്റമാണ് വരേണ്ടത്. ആന്തരികമായ മാറ്റം. 3-ാമത്തെ അധ്യായത്തിലൂടെ കാര്യം ഞാൻ പറയാം. നിക്കോദിമോസ് എന്താണ്? നിക്കോദിമോസ് വലിയ ഒരു അവിടുത്തെ മതത്തിന്റെ പ്രമാണി. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോയി മാനസാന്തരപ്പെടണമെന്നാണ് പറഞ്ഞത്.
അല്ലേ? ഹല്ലേലൂയ. വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തില്ലെന്നാണ് യേശു തന്റെ മുന്നിൽ നിൽക്കുന്ന നിക്കോദിമോസിനോട് പറഞ്ഞത്. സോ അപ്പോൾ നിങ്ങളൊന്ന്, ഞാനാണെ പറഞ്ഞായിരുന്നേ, ഇങ്ങനെ ഒരു വലിയ 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 ആശംസയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വലിയ അഭിനന്ദനമൊക്കെ പറയുമ്പോൾ, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, നീ ദൈവത്താൽ അയക്കപ്പെട്ടവനാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? കൃപയാണ് ദൈവദാസനെ, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലേ പറയുന്നേ? അല്ലെങ്കിൽ പക്ഷെ യേശു അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. യേശു എന്താ പറഞ്ഞേ? യേശുവിനോട് പറഞ്ഞ വാക്കും അവൻ തിരിച്ചു പറഞ്ഞതും വളരെ വ്യത്യാസമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? യേശു നോക്കുന്നത് വായിലെ വാക്കുകളല്ല, അല്ലെങ്കിൽ വചനം നോക്കുന്നത് വായിലെ വാക്കുകളല്ല, ഹൃദയത്തിലെ അവസ്ഥയാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരവും നിനക്ക് പ്രസാദമുണ്ടായിരിക്കുമാറാകട്ടെ. പലരും ഹല്ലേലൂയ വായ് കൊണ്ട് പറയുന്നതും ഹൃദയത്തിൽ വിചാരിക്കുന്നതും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയോട് അല്ലെങ്കിൽ ദൈവമക്കളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, അകത്തെ വിചാരങ്ങളും വായിൽ നിന്ന് പറയുന്ന വാക്കുകളും ദൈവത്തിന് പ്രസാദമായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരാധനകൾ ദൈവത്തിന് ഹല്ലേലൂയ അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ അങ്ങനെ വചനമുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പറയുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറയെ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യേശുവിനെ അവതരിപ്പിച്ചിട്ട് വചനമുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി, കർത്താവിന്റെ വചനത്തിന് ഈ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ശമരിയക്കാരിത്തിയെ മാറ്റിയില്ലേ? ബെഥെസ്ദ കുളക്കടവിൽ കിടന്ന ആ മനുഷ്യന് ദൈവം സൗഖ്യം കൊടുത്തില്ലേ? ഹല്ലേലൂയ. വിശന്നിരുന്ന ജനത്തിന് ദൈവം അപ്പവും മീനും കൊടുത്തില്ലേ? അങ്ങനെ അങ്ങനെ വരുന്ന എല്ലാം ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ എല്ലാം ഉളവാക്കിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് പറ്റും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അവൻ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി പ്രസംഗത്താൽ വരുന്നു. പ്രസംഗിച്ച് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസം മൂലം നിങ്ങളുടെ മേൽ പരിണമിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ മഹത്വമായി പരിണമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശുവിന്റെ നാമത്തിൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വചനത്തെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആ തലത്തിലേക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ വചനം ഉണ്ടായപ്പോൾ ശൂന്യതയിൽ നിന്നെല്ലാം ഉളവായി വന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആത്മസാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്, ആത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് പറഞ്ഞ ദൈവിക വചനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ആത്മസാന്നിധ്യത്തിൽ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇല്ലായ്മകളിൽ നിന്ന്, ശൂന്യതകളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി നിങ്ങളുടെ നടുവിലിറങ്ങി കർത്താവ് ഇല്ലാത്തതിനെ ഉളവാക്കട്ടെ, ഇല്ലാത്തതിനെ ഉളവാക്കുകയും ഹല്ലേലൂയ മരിച്ചതിനെ തിരിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ രോഗികളായി പ്രയാസപ്പെടുന്നവരുടെ മേൽ സൗഖ്യമായി പരിണമിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശരീരത്ത് ഇല്ലാത്ത അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അവൻ വചനം അയച്ചു വിടുവിക്കുന്ന യഹോവയാണ്. അവൻ നമ്മളെ വചനം അയച്ചു വിടുവിക്കുന്ന യഹോവയാണ്. തന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇല്ലാത്തത് യേശു ഉളവാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശൂന്യതയിൽ ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഈ വചനത്തോട് ചേർന്ന് നിന്നവനാണ് യോഹന്നാന് മനസ്സിലായി, എന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവായ യേശു സാധാരണ മനുഷ്യനല്ല, സാധാരണ ഒരു ഗുരുവല്ല, സാധാരണ പരീശനോ സാധാരണ ശാസ്ത്രിയോ സാധാരണ പ്രസംഗകനോ അല്ല. അവൻ വചനം ജഡമായി ഞങ്ങളെ എടുത്ത് പാർക്കുവാൻ വന്നവനാണെന്ന് മനസ്സിലായി. സോ കൂടുതൽ അടുക്കുന്നവർക്ക് കൂടുതൽ യേശുവിനെ രുചിച്ചറിയാൻ പറ്റും. കൂടുതൽ അടുക്കുന്നവർക്ക് കൂടുതൽ യേശുവിനെ രുചിച്ചറിഞ്ഞ് അവന്റെ സ്വഭാവ സവിശേഷതകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ കർത്താവ് നമ്മളെ പലപ്പോഴും അവനെ മനസ്സിലാക്കി തരുന്നത് നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മാറ്റി ഇരുന്നിട്ട് അവൻ നമുക്ക് പറഞ്ഞു തരും.
ഹല്ലേലൂയ. ഇതാണ് ഞാൻ. നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങളൊന്നും നിങ്ങളെ തകർക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല. ദൈവത്തിന്റെ പുതിയൊരു അറിവ് ലോകത്തിന് നൽകണം. അതിനുവേണ്ടി നിങ്ങളെ അത് പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. യഹോവ ഈരെ എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? അബ്രഹാമാണ് പറഞ്ഞത്. സോ അബ്രഹാമിന്റെ ജീവിത സാഹചര്യം അവനെ പഠിപ്പിച്ചു യഹോവ ഈരെ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിത സാഹചര്യം ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് അത് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്? പത്മോസിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ വചനധ്യാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കർത്താവിനെ സ്നേഹിച്ച കർത്താവിന്റെ ശിഷ്യനായ യേശുക്രിസ്തുവിന്റെ അരിമ ശിഷ്യനായ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, അവനെ തടവിലാക്കി, അവനെ എണ്ണയിലിട്ട് തിളപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടൊന്നും സംഭവിച്ചില്ല. എന്നിട്ടൊന്നും അവനെ കൊല്ലാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ആമേൻ. നിങ്ങൾ ഇവിടെ കോമൺ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടുന്ന ആളാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങൾ റിവൈവൽ മീറ്റിങ്ങുകൾ ഒത്തിരി കൂടുന്നവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് വചനധ്യാനവും പ്രാർത്ഥനയും ഉള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, വചനമകത്തുള്ളവനെ തകർക്കാൻ ഈ ലോകത്തിന്റെ ഒരു പെരുത്ത ശക്തിക്കും കഴിയത്തില്ല. അത് എണ്ണയിലിട്ടാലും ജയിലിലിട്ടാലും പത്മോസിലിട്ടാലും അവൻ തിരിച്ചു വരും. 90 വയസ്സുള്ളവനായിട്ടാണ് അവൻ പത്മോസിൽ അകപ്പെട്ടത്. എങ്ങനെയാണ് 90 വയസ്സ്? ചരിത്രത്തിന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 90 വയസ്സുള്ള ഒരു വയോധികനായിട്ട് ഹല്ലേലൂയ പത്മോസിൽ അകപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഈ പത്മോസിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരാം. എന്റെ പഠനത്തിൽ നിന്നും കേൾവിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം. പത്മോസ് എന്ന് പറയുന്നത് ഒരു ദ്വീപ സമൂഹമാണ്. അതുകൊണ്ടാണല്ലോ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. സോ പത്മോസ് ഒരു ദ്വീപ സമൂഹമാണ്. അവിടെ പണ്ട് വലിയ പട്ടണങ്ങളും നഗരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റോമാ ഗവൺമെന്റിന്റെ കാലത്ത് ആ പട്ടണങ്ങളെ ഇടിച്ചു തകർത്തതിന് ശേഷം കുറ്റവാളികളെ നാട് കടത്താനുള്ള, വേറെ എങ്ങോട്ടും രക്ഷപ്പെടാതെ കുറ്റവാളികളെ നാട് കടത്താനുള്ള ഒരു സ്ഥലമാക്കി അത് പരിണമിപ്പിച്ചു. അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ പണ്ട് നാട് കടത്തപ്പെട്ടവരുടെ ശവശരീരങ്ങളുണ്ട്. ആ ശവശരീരം ചീഞ്ഞഴുകിയ തലയോട്ടികളുണ്ട്. ഈ പട്ടണത്തിന്റെ വലിയ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അവിടെ കാട് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഈ അവിടെ കിടക്കുന്ന ശവശരീരങ്ങൾ കൊത്തി തിന്നുവാൻ വേണ്ടി റാഞ്ചൽ പക്ഷികളുണ്ട്. കഴുകന്മാരും മറ്റ് ശവന്തീനി പക്ഷികളും എല്ലാം ഉണ്ട്. സോ ഇങ്ങനൊരു അവസ്ഥയിൽപ്പെട്ട ആ യോഹന്നാന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 90 വയസ്സുള്ള ഒരു വയോധികൻ എന്ന് പറഞ്ഞാൽ കൊണ്ടയിട്ടപ്പോ ശത്രു വിചാരിച്ചത് ഇവൻ ഇവിടം കൊണ്ട് തീരണമെന്ന് തന്നെയാണ്, അല്ലേ? ഹല്ലേലൂയ. അവിടെ നിന്ന് തിരിച്ചു വന്ന് ലേഖനം എഴുതണമെന്നൊന്നും കൊണ്ടയിട്ട രാജാക്കന്മാരൊന്നും ചിന്തിച്ചില്ല. ഇവൻ ഇവിടെ തന്നെ തീരണമെന്നാണ്. സോ അങ്ങനെ ഭീമാകാരമായ അവസ്ഥ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും അരിച്ച് പെറുക്കി വായിച്ചിട്ട് ഞാൻ അവിടെ ശവന്തീനി കഴുകന്മാരെ കണ്ടെന്നോ, ശവം കണ്ടെന്നോ, അവിടെ ഭീകരമായ എന്തെങ്കിലും സത്വം കണ്ടെന്നോ, ഞാൻ പേടിച്ചു പോയെന്നോ ഒന്നും ഒറ്റ വാക്ക് പോലും എഴുതിയിട്ടില്ല. ദൈവം നിങ്ങൾക്കൊരു അനുഭവം തന്നാൽ തിരിച്ചു വരുമ്പോൾ പറയേണ്ടത് നിങ്ങൾ കടന്നുപോയ ദൈന്യ അവസ്ഥയല്ല, ദൈവം നിങ്ങളെ കരുതിയ വിധങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് തീ പിടിക്കണം. ഹല്ലേലൂയ. അയ്യോ, ഈ സഹോദരിക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, കർത്താവേ ഇങ്ങനെ ആർക്കും വരുത്തരുത്. അങ്ങനെ ഒന്നും അല്ല ആൾക്കാർക്ക് തോന്നേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ മറ്റുള്ളവർ തീ പിടിക്കണം. ഹല്ലേലൂയ. 90 വയസ്സുള്ള വന്ധ്യ വയോധികൻ കർത്താവിനെ പ്രതി, കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി പത്മോസ് ദ്വീപിൽ ഭീകരമായ അവസ്ഥയിലിട്ടപ്പോൾ അവൻ പറയുകയാണ്, ആത്മവിവശനായി, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കഴുകനെയല്ല, ചീഞ്ഞളിഞ്ഞ ശവശരീരമല്ല, തകർന്നു വീണ കെട്ടിടങ്ങളല്ല. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനായി, 7 നിലവിളുക്കുകളുടെയും നിലവിളുക്ക് നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തെ പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ
വചനം കേൾക്കുന്ന ഓരോ ദൈവവിശ്വാസിയോടും ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ കൈപ്പേറിയ സാഹചര്യം കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുവാൻ പോകുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ആമേൻ, 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 ആമേൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. വേറൊരു കാര്യം ഞാൻ പറയാം. ഈ യോഹന്നാൻ അവിടെ ഒറ്റപ്പെട്ടപ്പോൾ കർത്താവ് ഇറങ്ങിച്ചെന്നില്ലേ? കർത്താവ് ഇറങ്ങിച്ചെന്നു. പക്ഷെ അവിടെ ഇതിന്റെ പിന്നിലൊരു പിന്നാമ്പറമുണ്ട്. ഈ കർത്താവിന്റെ ക്രൂശിന്റെ അരികിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ദൂത് കത്തിയോ? ഹല്ലേലൂയ. കർത്താവ് ഒറ്റപ്പെടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നിന്നാൽ, കർത്താവ് ഒറ്റപ്പെടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നിന്നാൽ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ എല്ലാം കർത്താവിന് വേണ്ടി പറയാനോ കർത്താവിന് വേണ്ടി നിൽക്കാനോ ആരും ഇല്ലാത്തപ്പോൾ നിങ്ങൾ നിന്നാൽ, നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ അവൻ ഇറങ്ങി വരും. ധൈര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന് വേണ്ടി നിന്നിട്ടില്ലേ? കാരണം നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ അപഹസിച്ചപ്പോൾ, നിങ്ങളെ പരിഹസിച്ചപ്പോൾ കർത്താവ് എന്ന് ഓർത്ത് മാത്രം നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയാം, അവൻ ക്രൂശിക്കപ്പെട്ടവനായിട്ടല്ല ഇറങ്ങി വന്നത്, അല്ലെങ്കിൽ മുൾക്കിരീടം ആയിട്ടല്ല ഇറങ്ങി വന്നത്. എന്തിനാണെന്നറിയാവോ ഇവിടെ വിവരിച്ചേക്കുന്നേ? ക്രൂശിക്കിടന്നവൻ നീ നിന്നപ്പോൾ അവൻ ക്രൂശിക്കിടക്കുകയായിരുന്നു. യോഹന്നാനെ, നീ ക്രൂശോട് ചേർന്ന് നിന്നപ്പോൾ അവന് സംസാരിക്കാൻ മേല, അവന് കൈയെടുക്കാൻ മേല, അവന് നടക്കാൻ മേല, ശ്വസിക്കാൻ മേല, അവൻ മരിപ്പാറായി കിടക്കുകയാണ്. ആ സമയത്താണ് യോഹന്നാൻ കൂടെ നിന്നത്. പക്ഷെ ഇവിടെ യോഹന്നാൻ തനിച്ച് 90-ാമത്തെ വയസ്സിൽ പത്മോസിൽ അകപ്പെട്ട് ഒറ്റയ്ക്ക് നിന്നപ്പോൾ തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തു സകല സന്നാഹവും തേജസ്സുമായിട്ട് അവനെ സഹായിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശുവിന് വേണ്ടി വില കൊടുത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ഏകാന്തതയിൽ കടന്നു പോകുമ്പോൾ മരണ നിഴലിൻ താഴ്വരയിൽ പോലും കൈവിടാതെ നിന്റെ കൈ പിടിച്ച് കൂടെ നടക്കുന്ന നിന്റെ വാഗ്ദത്തങ്ങളെ പൂർണ്ണമാക്കി പ്രാപ്തിയിലാക്കുവാൻ ദൈവത്തിന് പറ്റുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുടെ മേൽ തമ്പുരാൻ അത് ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പ്രാവചനികമായിരിക്കുന്ന ദൈവിക ദൂതുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില സഹോദരിമാരുടെ മേൽ ഇറങ്ങി വരുന്ന കൃപകൾക്കായി ഞാൻ നിങ്ങൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ, 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 ആമേൻ. സോ ഇനി നമുക്ക് കേൾക്കാം. സോ ഇവിടെ ഒരു പ്രയാസത്തിന്റെ ഘട്ടമല്ലയോ ഇവിടെ? പത്മോസ് നമുക്ക് ഓരോ ജീവിതത്തിൽ എല്ലാം പത്മോസ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നമുക്ക് മരുഭൂമി ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. മോശ മരുഭൂമിയിലായിരുന്നു, ദാവീദ് കാട്ടിലായിരുന്നു, പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അല്ലെങ്കിൽ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കഷ്ടത്തിൽ അവൻ ഇറങ്ങി വന്നിരിക്കും. വിശ്വസിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചാലേ ഈ കാര്യത്തിന് വിടുതലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ മനുഷ്യൻ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ടേക്ക് ഇറ്റ് ആസ് എ ടാബ്ലറ്റ് ഓഫ് tonight and God is going to give it as the word of God and God is going to make you as a miracle in front of us in the mighty name of Jesus. Amen, 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 amen. ഓരാന ശതലരബ. കർത്താവ് ചെയ്യുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സോ പത്മോസിൽ ഇറങ്ങി നിൽക്കുകയാണ്, അല്ലയോ? പത്മോസിൽ പ്രയാസപ്പെട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 12-ാമത്തെ വാക്യമാണ്, വെളിപ്പാട് പുസ്തകം 1:12 വാക്യം ഞാൻ വായിക്കുന്നത്. സോ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. സോ അപ്പോൾ ഇവിടെ ഈ പത്മോസിൽ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ വചനം കേട്ടു. സോ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജീവിതത്തിന്റെ ഏത് വൈതരണിയിൽ പെട്ടുപോയാലും ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കേട്ടോണം. അതല്ലേ ഇവിടെ യോഹന്നാൻ ചെയ്യുന്നത്?
യോഹന്നാൻ അയ്യോ എല്ലാം പോയേ, എല്ലാം തീർന്നേ, ഇതിനു വേണ്ടി ഇറങ്ങണ്ടായിരുന്നേ, ഏത് നേരത്താണോ കർത്താവിനെ ഫോളോ, അങ്ങനെ വല്ലതാണോ പറഞ്ഞേ? അല്ല. അവന്റെ ചെവി പരതിയത് കഴുകന്റെ ഒച്ച കേൾക്കാനല്ല. അവന്റെ ചെവി പരതിയത് അവിടെ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദത്തിനല്ല. എന്റെ ഈ സിറ്റുവേഷനിൽ കർത്താവിന് എന്തേലും എന്നോട് പറയാനുണ്ടോ എന്നാണ് അവൻ നോക്കിയത്. ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ജാഗരിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥയിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളുകളിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, അവന്റെ വചനം കേൾക്കുക. ഹിയർ ഹിം. ഞാൻ പ്രവാചകന്മാരെ കേൾക്കാനല്ല പറയുന്നത്, പ്രവാചകന്മാരെ കേൾക്കണം, പ്രവചന ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, പ്രവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ പേഴ്സണലി വെൻ ഗോഡ് ഈസ് ടേക്കിംഗ് യു, വ്യക്തിപരമായി നിങ്ങളെ ദൈവം ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകുമ്പോൾ വേറെ ആരും അതിനകത്ത് ഇടനിലക്കാര് കാണത്തില്ല. ഓപ്പൺ ഹിസ് വേർഡ്, ദൈവത്തിന്റെ വചനം തുറക്കുക. എന്നിട്ട് അവനോട് പറയുക, കർത്താവേ ഈ സാഹചര്യത്തിൽ എന്നോട് സംസാരിക്കാനുള്ളത് എന്താണ് എന്ന് ദൈവത്തോട് കേൾക്കാൻ തയ്യാറായ ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുകയാണ്, ഇവിടെ കേട്ടോണ്ടിരിക്കുന്നവരുടെ എല്ലാം ചെവി തുറക്കട്ടെ, ആത്മാവിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പത്മോസിൽ യോഹന്നാൻ കേട്ട വചനം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നിങ്ങൾ കേൾക്കട്ടെ. ഇടനിലക്കാരില്ലാതെ കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് കേൾക്കുന്നവർ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിങ്ങളുടെ ചെവികളെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങളുടെ ചെവികൾ കൈവച്ചിട്ട് പറ, കർത്താവേ ഞാൻ നിന്റെ വചനം കേൾക്കുവാൻ എന്റെ ചെവിയെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ചെവിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ആത്മാവിൽ നിങ്ങളുടെ ചെവികളെ തുളച്ച് കർത്താവ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇത് തുറക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പരിഹാസമല്ല നിങ്ങൾ കേൾക്കുന്നത്, മറ്റുള്ളവരുടെ വിമർശനമല്ല നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ സാഹചര്യത്തിൽ ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. ഹിയർ ഹിം ഹിയർ ഹിം. ദൈവത്തിന് എന്തോ പറയാനുണ്ട്, അവന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. അതാണ് ഈ സാഹചര്യത്തിന്റെ അർത്ഥം. അമേൻ അമേൻ അമേൻ. പ്രായമല്ല ദൈവത്തിന്റെ വിഷയം. 90 വയസ്സുള്ളവനോട് റിട്ടയർ ആയിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാനല്ലേ കർത്താവ് പറയേണ്ടത്? നോ, there is no retirement in the presence of God. Hallelujah. വിശ്രമമില്ല ഇവിടെ. ആരാണെങ്കിലും ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചെവിയെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെല്ലാം ഡയറക്റ്റ് ആയിട്ട് റോ വേർഡ് ഓഫ് ഗോഡ്, ദൈവം പറയുന്നത് കേൾക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. ഇവിടെ ഇങ്ങനെയാണ് 12ാമത്തെ വാക്യം പറയുന്നത്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? കാണുവാൻ. സോ നമ്മൾ ഈ ശബ്ദം കേൾക്കുവാണോ അതോ കാണുവാണോ? നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ എന്താ തിരിയുന്നത്? ഞാൻ കേൾക്കാൻ തിരിഞ്ഞുവല്ലേ പറഞ്ഞു. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. കാണുവാൻ തിരിഞ്ഞു. സോ നിങ്ങൾ വചനം കേട്ടാണോ തിരിഞ്ഞത്? നിങ്ങൾക്ക് കാണാൻ എന്തോ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ദൈവം എന്തോ. If you are turning in the situation to the word by hearing it, there is something to see. ദൈവം എന്തോ ഒരു ഡെമോൺസ്ട്രേഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം കേട്ടാണോ നിങ്ങൾ അവിടെ ചെന്നേ? ദൈവത്തിന്റെ വചനം കേട്ടാണോ നിങ്ങൾ കാൽ ചവിട്ടിയത്? ദൈവത്തിന്റെ വചനം കേട്ടാണോ? ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാർ ശുശ്രൂഷകളിലായിരിക്കുന്നത്, ദൈവത്തിന്റെ ദാസിമാർ ശുശ്രൂഷകളായിരിക്കുന്നത്, ദൈവത്തിന് എന്തോ അവിടെ കാണിക്കാനുണ്ട്. God is going to show something. ദൈവത്തിന്റെ വചനം കേട്ട് ഞാൻ അതിശക്തമായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു.
ഈ ശുശ്രൂഷയുടെ ഒരു വലിയ കാര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. നിങ്ങൾ എവിടെ ഇരുന്നാലും, നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിലും, നിങ്ങൾ ഹല്ലേലൂയ യാത്രയിലാണെങ്കിലും, നിങ്ങളുടെ വാഹനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ. ലോകത്താകമാനമിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്താകമാനമിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ കേൾക്കുന്ന വചനം അത് ചിലപ്പോൾ കൈമാറുന്നത് ചെറിയ കുഞ്ഞായിരിക്കാം, അത് ചിലപ്പോൾ കൈമാറുന്നത് നിങ്ങളുടെ വചന ധ്യാനത്തിലായിരിക്കാം. അതിനെ ചാടി പിടിച്ചോണം, അതിനെ ചാടി പിടിച്ചോണം. കാരണം ആടി ഉലയുന്ന കപ്പൽ തകർന്നതിന് ശേഷം ഹല്ലേലൂയ മെലീത്ത ദ്വീപിൽ എത്തുവാൻ പൗലോസ് ഒരു പലക കഷ്ണത്തിലാണ് നീന്തിയത് എന്ന് പറഞ്ഞതുപോലെ, മുങ്ങിത്താഴാൻ പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ കരയടുക്കുവാൻ വേണ്ടി ദൈവം ഇട്ട് തന്ന കപ്പലാണ്, പലക കഷ്ണമാണ് ആ വചനം. വചനത്തിൽ ചാടിപ്പിടിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ എന്താ കണ്ടേ? അവൻ കണ്ടതിന്റെ വിവരണം പറയാൻ നമുക്കിപ്പോ സമയമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. കാഹളം പോലെ അവന്റെ ശബ്ദം കേട്ടു എന്നാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവന്റെ ശബ്ദം. ശിവന്റെ നാമത്തിൽ ഈ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ സിറ്റുവേഷനിൽ. പത്മോസിന്റെ ശവശരീരം ഒന്നും അല്ല ഞാൻ കാണുന്നേ, എനിക്കതൊന്നും കാണാൻ മേല. ഹല്ലേലൂയ, ഞാൻ കാണുന്നത് അവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഒരു ജീവിതത്തിന്റെ ഒരു വലിയ വേൾഡ് സിറ്റുവേഷനിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമായ സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾ വചനം കേട്ട് അതിനെ മുറുകെ പിടിച്ചാൽ ദൈവ മഹത്വം അതിൽ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവമഹത്വം അതിൽ ഇറങ്ങി. ഈ പ്രസംഗം കേട്ടിട്ട് പോകല്ലേ, പ്രസംഗം കേട്ടിട്ട് നല്ല മെസ്സേജാണെന്ന് പറഞ്ഞു പോകല്ലേ. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വചനം പറയണം. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് പോലെ, ഇത് കാണാതെ പഠിച്ചിട്ട് യൂത്ത് മീറ്റിങ്ങിന് പോയി വാക്യം പറഞ്ഞ് സോപ്പോട്ടി മേടിക്കാനുള്ളതല്ല. ഇതിന് പവറുണ്ട്. There is a power behind the word. It moves, it heals. ഇത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 17ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ ഇടയിലുള്ളത് വിവരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് 17ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് അവിടെ കാണുന്നത്? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ വർഷിപ്പിനെ മാറ്റും, നിങ്ങളുടെ ആരാധനയെ മാറ്റും. ഈ കർത്താവ് ആരാന്ന് കണ്ടപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ എന്താ ചെയ്തേ? അവൻ മരിച്ചവനെ പോലെ അവന്റെ സന്നിധിയിലേക്ക് വീഴുക. നിങ്ങൾക്ക് ദൈവത്തെ എത്രത്തോളം അറിയാം എന്നതിന്റെ മെഷർമെന്റ് ആണ് നിങ്ങളുടെ ആരാധനയുടെ ശൈലി. പാട്ട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചാണ് നിങ്ങൾ കൈകൊട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ആരാധിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തോ ചെയ്യണോന്നറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി ദൈവത്തിന് നന്ദി പറയുന്നവരാണെങ്കിൽ, യു നോ ഹിം ബെറ്റർ ദാൻ എനിവൺ. അവനെ നിങ്ങൾക്കറിയാം. യേശുവിന്റെ നാമത്തിൽ അവന്റെ തേജസ് നിങ്ങൾ കണ്ടവരാണ്. എന്തോ ചിലരോടൊക്കെ വ്യക്തിപരമായി ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ശക്തമായ ഒരു ഹീലിംഗിന്റെ നിങ്ങൾ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണോ. കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. വീണ് മുഴങ്കാലിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്കായി സ്തോത്രം. അതൊരു വലിയ ശക്തിയായി വീഴട്ടെ. ആമേൻ, 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 ആമേൻ. അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചിട്ട് യോഹന്നാനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിന്റെ സിറ്റുവേഷൻ മാറാൻ പോവാന്നല്ല കർത്താവ് പറഞ്ഞത്. നിന്റെ സിറ്റുവേഷൻ മാറാൻ പോവാണ്, നീ ഇവിടുന്ന് പോകാൻ പോവാണ് എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥ നീ ഭയപ്പെടേണ്ട. ആമേൻ. എന്താണെന്നറിയാവോ ദൈവം അങ്ങനെ പറഞ്ഞ കാരണം? ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനും ആകുന്നു. എനിക്ക് ഇതുവരെ അതിന്റെ ആ ഡെപ്ത് മനസ്സിലായിട്ടില്ല. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവദാസൻ ഇരുന്നിങ്ങനെ ദൈവത്തിന്റെ ദർശനങ്ങളെ കണ്ടുകൊണ്ടിരുന്നപ്പം, ഹല്ലേലൂയ, കർത്താവ് വന്നിട്ട് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ആകുന്നു.
നമ്മൾ അതാണോ പ്രതീക്ഷിക്കുന്നത്? നിന്നോട് അല്ലെങ്കിൽ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ഭയപ്പെടേണ്ട, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? അവൻ ചിലതൊക്കെ ആകുന്നു. അവനാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. നിന്റെ പ്രശ്നത്തിന്റെ ആദ്യവും അന്ത്യവും അറിയാവുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നവൻ. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. എന്റെ പൊന്ന് യോഹന്നാനെ, ഈ പത്മോസ് ഉണ്ടാക്കിയത് ഞാനാ. ഈ പത്മോസിന്റെ സൃഷ്ടിതാവാണ് ഇറങ്ങി വന്ന് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഇന്ന് ചിലരോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്തോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആൻസർ ആണോ ദൈവം തന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പത്മോസിൽ അവൻ ഇറങ്ങി നിന്ന് പറയാണ്, ഞാൻ ചിലതൊക്കെ ആകുന്നു മോനെ, നീ പേടിക്കണ്ട, നിന്റെ കയ്യിൽ പിടിക്കാൻ ആകുന്നവൻ ഇറങ്ങി വന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഞാൻ വാതിലാകുന്നു. വാതിലില്ലാതെ നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഞാൻ വാതിലാകുന്നു. അതിൽ വഴിയില്ലാതെ നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഞാൻ വഴിയാകുന്നു. ജീവനില്ലാതെ നിൽക്കുന്നവരോട് പറയുന്നു, ഞാൻ ജീവനാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അസാമാന്യമായി സ്വന്തം ഭവനം വിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ദേശത്ത് ദൈവം അതിഭയങ്കരമായ വാതിലുകൾ തുറക്കുന്ന രാത്രിയാണ്. നിനക്ക് വേണ്ടി നീ ശുശ്രൂഷയില, എന്തോ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നിനക്ക് വേണ്ടി നീ ശുശ്രൂഷയിലായിരിക്കുന്ന ദേശത്ത് അതിമഹത്തായ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഗവൺമെന്റ് അനുകൂലമായവർ ചിലർ നിനക്ക് വേണ്ടി കൈതരുന്ന ദിവസങ്ങളാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. അമേൻ 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 അമേൻ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്ന ഇരുവായ്ത്തലുള്ള വാൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. എന്താണ് ഇരുവായ്ത്തലുള്ള വാൾ? ഇരുവായത്തിലുള്ള വാൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു പറയുമ്പോൾ വാള് പുറപ്പെടുന്നതല്ലല്ലോ, വചനമല്ലേ അതിനെ ഉദ്ദേശിക്കുന്നത്. വായിൽ നിന്ന് ഏതായാലും ഇരുമ്പ് വാള് വരത്തില്ല. അതിനെ വചനത്തോട് ഉപമിച്ച് പറയുന്നതാണ്. വചനത്തോട് ഉപമിച്ച് പറയുന്നതാണ്, അല്ലയോ? വചനത്തോട് ഉപമിച്ച് പറയുന്നതാണ്. വചനത്തോട് ഉപമിച്ച് പറയുന്നതാണ്. സോ അവന്റെ വായിൽ നിന്ന് ഇരുവായത്തലയുള്ള വാള് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനത്തിന് ഇരുവായത്തല വാളിനേക്കാളും മൂർച്ചയുണ്ട്. ഓക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതൊന്ന് കണക്ട് ചെയ്യണേ. നിങ്ങളോട് പറഞ്ഞില്ലേ, ആദ്യ ഭാഗത്ത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും നിങ്ങൾക്ക് ദൈവം ഒരു വചനം തരും, ഇല്ലയോ? പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുള്ളൂ, അല്ലാതെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പോകുന്നവർക്കൊന്നും വചനം കിട്ടത്തില്ല. കുത്തിയിരുന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവം വല്ലതും പറയുവാണ് ഇതൊക്കെ ചെയ്തോ. ആദ്യം മേടിക്കേണ്ടത് അവന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം മേടിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നിട്ട് ആ വചനം, അപ്പോൾ ഞാൻ പറഞ്ഞു വചനം, അപ്പൊ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് എന്തുണ്ട്? ഇരുവായത്തിലുള്ള വാള് പോലെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ ആയിരിക്കുമ്പോൾ ദൈവം ഒരു വചനം തരുന്നു എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വാള് നിങ്ങൾക്ക് തരുക. മനസ്സിലായോ? ഗോഡ് ഈസ് ജസ്റ്റ് ട്രാൻസ്ഫറിങ് എ സോഡ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒരു വാള് തന്നിട്ട് പറയാണ്, യു ഗോ ആൻഡ് ഫൈറ്റ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന വചനം യേശുവിന്റെ നാമത്തിൽ പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ജോലിയിൽ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുന്ന ഒരു പ്രവാചകൻ നിങ്ങൾ പറഞ്ഞു നോക്കുക. ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാകും. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം പറഞ്ഞാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഉയർച്ചയല്ല, നിനക്ക് താഴ്ചയല്ല, ഉയർച്ച തന്നെ വരുമെന്ന് പറഞ്ഞത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞത് പറയുക. അപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു ലെറ്റർ നിങ്ങളുടെ കെട്ടി, യു ആർ ഫയേർഡ്.
ഇങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരൂ, ഇങ്ങനെ സംഭവിക്കൂ. പക്ഷെ അവിടെ നിന്ന് അയ്യോ പ്രവാചകനെ മനസ്സിൽ വരുന്ന വാക്കെല്ലാം പറഞ്ഞ് ഇവരൊക്കെ എന്തിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞിട്ട് പോകരുത്. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആ വാളുണ്ടല്ലോ, വാള്, അത് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഈ പരിപാടി. ഹല്ലേലൂയ. അവിടെ നിന്ന് ആ പേപ്പർ കൈ പിടിച്ചോണ്ട് പറയണം, ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ പറയാം, ഉദാഹരണമായിരുന്നല്ലോ, ഞാൻ പറയാം, ആ ഓഫീസിൽ നിങ്ങളെ തിരിച്ചു വിളിച്ച് പ്രൊമോഷൻ തരും യേശുവിന്റെ നാമത്തിൽ. മഴയില്ല, മേഘമില്ല, കുഴിവെട്ടാനാ പറഞ്ഞത്. വിശ്വാസത്തിന്റെ പ്രവൃത്തി വിശ്വസ്തയോടെ വചനാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് വേണ്ടി അത്ഭുതം വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കർത്താവ് അത് ചെയ്യും. ചില തളർന്നുപോയ വേലക്കാരെ ഈ രാത്രിയിലെ സന്ദേശം ശക്തമായി ബലപ്പെടുത്തുന്നുണ്ട്. ദൈവം നിങ്ങളെ തീ പോലെ അവിടെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ഹല്ലേലൂയ അനേക രാജ്യങ്ങൾക്ക്, അനേക സംസ്ഥാനങ്ങൾക്ക്, വരണ്ടുപോയ മരുഭൂമിയിൽ കർത്താവേ ഒരു വലിയ നദി പൊട്ടി ഒഴുകുന്നത് പോലെ ഈ ശുശ്രൂഷകളിലൂടെയുള്ള മീറ്റിങ്ങുകൾ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Amen. നമ്മുടെ കയ്യിലൊക്കെ എത്ര വാള വന്നേക്കുന്നത്, അതെല്ലാം പോക്കറ്റ് ഇട്ട് നമ്മൾ ഇങ്ങനെ അയ്യോ പിശാചിന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചിരിക്കുക. എടുത്ത് പൊരുതാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ, സിറ്റുവേഷൻ, അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ പറഞ്ഞത്, യേശു പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വചനം തരും. അത് പറഞ്ഞുകൊണ്ട് നടക്കണം, അത് പറഞ്ഞുകൊണ്ട് നടക്കണം, അത് പറഞ്ഞുകൊണ്ട് നടക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് പറയണം. ഹല്ലേലൂയ. കിടക്കാൻ പോകുന്നത് വരെ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവം നിങ്ങളെ ഉണർവാൻ സംഭവിക്കുമെന്ന് പറഞ്ഞാണോ യേശുവിന്റെ നാമത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ഡിവൈസ് ഞാൻ കാണുന്നു. നിങ്ങളെ അതിൽ ഉണർവ് സംഭവിക്കുമെന്നും പറഞ്ഞാണോ ദേശത്ത് അയച്ചത്? സിറ്റുവേഷൻ എങ്ങനെയാകട്ടെ, നിങ്ങളോട് പറഞ്ഞ വചനം പറഞ്ഞുകൊണ്ട് നടക്കുക, നിങ്ങളോട് പറഞ്ഞ വചനം പറഞ്ഞുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. എതിരായി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില എഗ്രിമെന്റുകൾ ആ ദേശത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതായി ഞാൻ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു 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 ഹല്ലേലൂയ ഒരു 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 സ്ഥലം ഒരുങ്ങുന്നതായി ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രിയ ദേവദാസനും ദാസിയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം അവിടെ ഒരുക്കുന്ന കൃപകൾക്കായി, വിശാലമായ ഒരു സ്ഥലം ദൈവം ആ ശുശ്രൂഷകൾക്ക് വേണ്ടി അവിടെ ഒരുക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദേവദാസിയുടെയും ദാസന്റെയും മനസ്സിലുള്ള ആ വിഷൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അവിടെ പ്രാവർത്തികമായി തീരട്ടെ എന്ന്. വലിയ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാകട്ടെ, സ്കൂളുകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പശ്യമതി അതുണ്ടെങ്കിൽ അത് വിശാലത ഉണ്ടാകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ചലിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവസാനം പറഞ്ഞ വാക്കും കൂടെ, അവസാനം നമ്മൾ വായിച്ച വാക്യം കൂടെ വായിച്ച എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഈ മരണം എന്ന് പറഞ്ഞാൽ കർത്താവ് അനുഭവിച്ച അവസ്ഥയാണ്, അല്ലയോ? കർത്താവ് വലിയ ത്യാഗം സംഭവിച്ച് മുറിവേറ്റ് അവൻ മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ് മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് മരണത്തിന്റെ താക്കോൽ എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുഭവിച്ചു, അതിനെ തോപ്പിച്ചു. നിങ്ങൾ ഇവിടെ നിന്നൊരു വെളിപ്പാട് കേട്ടോണം. നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ നിങ്ങൾ ജയിച്ച് കയറി വന്നവരാണെങ്കിൽ അതിന്റെ താക്കോൽ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഉദാഹരണം ഞാൻ പറയാം. 40 വർഷം മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി, ഇല്ലയോ? അതിന് മുമ്പ് ഒരു 40 വർഷം മോശ തനിച്ച് മരുഭൂമിയിലായിരുന്നു. അപ്പൊ എന്തിനാ ആദ്യത്തെ 40 വർഷം മോശ അവിടെ കൊണ്ടിട്ടെ? രണ്ടാമത്തെ 40 വർഷം ഇവിടെ കൊണ്ടുപോകാൻ അവനും ഫ്രഷ് ആയ പറ്റത്തില്ല, ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ വേണം. അപ്പൊ മരുഭൂമിയുടെ താക്കോൽ ആരുടെയിലുണ്ട്? മോശയുടെ കയ്യിലുണ്ട്. ആദ്യത്തെ 40 വർഷം മോശ മരുഭൂമി പറയുന്നത് അനുസരിച്ചു. അവന് വെള്ളം വേണേ അവൻ ചെന്ന് കുടിച്ചു, അവൻ ആഹാരം വേണേ അവൻ ചെന്ന് കഴിച്ചു. പക്ഷെ രണ്ടാമത്തെ 40 വർഷം ഉണ്ടല്ലോ, അവൻ പറഞ്ഞെടുത്ത് വെള്ളം വന്നു, അവൻ പറഞ്ഞെടുത്ത് ആഹാരം വന്നു. ഒന്നാമത്തെ 40 വർഷം മോശ മരുഭൂമിയെ അനുസരിച്ചു, രണ്ടാമത്തെ 40 വർഷം മരുഭൂമി മോശയെ അനുസരിച്ചു.
കമാൻ. നിങ്ങൾ ഒരു രോഗത്തെ ഓവർകം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ രോഗസൗഖ്യത്തിനുള്ള താക്കോൽ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരു സിറ്റുവേഷനെ കവർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ദൈവം അതിന്റെ താക്കോലിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സെയിം രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നത് കണ്ടാൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി സൗഖ്യം പ്രാപിക്കുക എന്ന് പറയാനുള്ള അധികാരവും താക്കോലും ജമ്മു ആൻഡ് കാശ്മീർ പാസ്റ്റർ ബിജോയ് നിങ്ങളെ അനുസരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവോടെ തരാൻ പോവുകയാണ്. God is going to bring down a great ministry upon your life. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. അല്പനിമിഷം ദൈവത്തെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ശക്തമായി ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. കർത്താവ് നമ്മളോട് ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. വചനം കേൾക്കയിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്ക നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവ് ശുദ്ധീകരിക്കട്ടെ, കർത്താവ് ബലപ്പെടുത്തട്ടെ. ഉടലപ്രബന്ധേ രീഹം പ്രബന്ധ ലേഖേമേനിയ റാത്തോഖാനിയ ഷത്തറാഖാനിയ ഫെൽബ്രോഖാനിയ സൊന്തോർഖാനിയ സെത്തലേബ്രാനിയ കൽബ്രോ ഖോന്തോസ് മെനിയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ സമൂഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സഹോദരിമാർ, സഹോദരന്മാർ, ദൈവദാസന്മാർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ചലിക്കട്ടെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ ബലത്തിലും ശക്തിയിലും ദൈവകൃപയിലും അതിശക്തമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷകളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ആരും കാണാത്ത അത്ഭുതങ്ങൾ കർത്താവേ ഈ ജനം കാണട്ടെ. ഇവരുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന താക്കോലിനും ദൈവിക അധികാരങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുകയാണ്. ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം ചലിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. പിന്മാറ്റക്കാരെ നീ ഇതിലൂടെ മടക്കിക്കൊണ്ടുവരണമേ. ശുശ്രൂഷകളിലായിരിക്കുന്നവർക്ക് 10 മടങ്ങ് അഭിഷേകവും അധികാരവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അധികമായി കൊടുക്കുന്ന കർത്താവേ, അവരുടെ മേൽ അഭിഷേകത്താൽ നിറയണം. കർത്താവ് കൂടെയിരിക്കണം. പ്രാർത്ഥന കേട്ടങ്ങളുടെ വലിയതേക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷയുടെ മേൽ ദൈവം വലിയ വർധനവിനെ കൊടുക്കട്ടെ. 2026 ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വർധനവിന്റെ വർഷമായി തീരട്ടെ. വിശാലതയുടെ വർഷമായി തീരട്ടെ. ആത്മശക്തിയാൽ ദൈവജനം അതിമറന്ന് ആരാധിക്കുന്ന വർഷമായി തീരട്ടെ. വലിയ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി സ്തോത്രം. വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച പ്രിയ സഹോദരിയോടും കേട്ടിരുന്നു നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.